കണ്ണിലുണ്ണി പറഞ്ഞ ശരിയാ, പക്ഷെ കണ്ണിൽ ഉണ്ണി പോയ മാതിരി ഇവിടുത്തെ നാട്ടുകാർക്ക്. അയ്യോ സാറേ, ഞാൻ 2 പൂരിയല്ലേ ചോദിച്ചത്, ഇത് 4 പൂരിയുണ്ട്. 2 അവനും കൊടുക്ക്, ഒരു പ്ലേറ്റിൽ നിന്ന് തിന്നോളി. പ്ലേറ്റ് ഇല്ല. എന്നെയാണോ? അച്ഛല്ല, ശിവ. എന്താണ് കഴിക്കാനുള്ളത്? അത് ശരി, പൈസ ഇല്ലാതെ കഴിക്കാൻ വന്നേ. You have kapsa, alfam, shawai, tandoori. Oh no. Country fellow. സംഭാഷണ രീതികൾ മാറുന്നു. മക്കളെ, വല്ല ഉണ്ടംപുരിയൊക്കെ കഴിച്ചിട്ട് പോ. കൊള്ളാലകടി. അപ്പോൾ മോഡേൺ ഫുഡ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇല്ല. ഓക്കേ ബ്രോസ്, ബൈ. Come on. Bye bro. ഇവന്റെ തലയിൽ എന്താ കക്കൂസ് ചെയ്യണ പ്രശ്നം? മച്ചു, ലെവളല്ല നമുക്ക് മുട്ടം പണിയെന്നവള്. അവള് തന്നെ ബ്രോ. ഞാനൊന്ന് പറഞ്ഞില്ലേ അമ്മ, ആ മറ്റേ കേസ്. ഓ, അവന്മാരാണോ? എന്താടാ മക്കളെ, എന്താ കാര്യം? ഏതല്ലേ ഇത്? ഞങ്ങൾ യങ്സ്റ്റേഴ്സിന് മാറ്റർ. അങ്ങോട്ട് മാറിക്ക്. നമ്മുടെ പ്രിയങ്കരനായ MLA ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരികയാണ്. എല്ലാ പാർട്ടി പ്രവർത്തകരും ഈ സമ്മേളന നഗരിയിലേക്ക് ചേട്ടാ കടന്നു വാ. എല്ലാവരും ചേർന്ന് വരൂ. അന്ന് നീ ഷോ കാണിച്ച്, ഇന്ന് നിന്റെ ഷോറൂം കണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഈ നിരാഹാര സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്തുവാടോ പയ്യെ കയറ്റി? एक गिलास दारू दे दो ना. एक गिलास मैं 10 बजे पिया था भाई. കള്ളിന് വീര്യം കുറവാന്നുള്ള പരാതി കേൾക്കാതിരിക്കാനാ കാശൊന്ന് നിന്നോടെ കടത്തിരിക്കുന്നത്. കിടക്കാടെ. അയ്യേ വാ വാ. ഓ, ഒന്നങ്ങോട്ട് മാറിക്കട ശ്രമി. രാവിലെ വന്ന് ഒരു ഗ്ലാസ് കള്ളുടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും ഏരപ്പാളി മലയാളികൾ. ഈശ്വര, കൊച്ചേട്ടൻ ഇന്നിവിടെ നാശകോശമാവും. മേരെ പ്യാരെ ഷാപ്പുവാസിയോ, നൈ അതല്ല, മേരെ ആദ്മി ആയാ ഹേ. നിങ്ങളാരും ജഗടക്ക് പോയത് ഹേ. ഇത് മേരെ അപേക്ഷ ഹേ. എന്തോടോ ചിരിക്കണത്? ഇവരോട് സ്ഥിരം ഹിന്ദി പറഞ്ഞു പഠിച്ചാ ഞാൻ. ആര് വരുന്ന കാര്യം ഇപ്പോഴൊന്നും പറയുന്നത്? താനീ നാട്ടിലല്ലേ കൊച്ചേട്ടനാ വരണേ. അയാള് പിറ്റേ മനഃപൂർവ്വം അത്രയ്ക്ക് ചേട്ടൻ പിയാ കെട്ടിയോളാ. ഈളങ്ങൾ ചെയ്ത അവര് വന്ന് തല്ലിടൂ. കോമളോ, എടാ കോമാളി, എന്താ വാടാ? എന്ത് ചേട്ടാ? എടാ ഹിന്ദിക്കാരൻ വരെ എന്ത് വാട എന്നാ ചോദിച്ചത്. കൊച്ചേട്ടൻ കേറിയിരി. എന്താടാ ഉടക്കട? ഈശ്വര, എല്ലാം തീരുമാനമായി.
ജീപ്പ് ഇടറോ? വേണ്ട, പറഞ്ഞാ മതി എവിടെ കേറണമെന്ന്. കേറിക്കോളാം. അല്ല ഞാനും കേറണോ? പോയി കേറണം. നിങ്ങളുടെ കെട്ടിയോനെ തല്ലിയ നിങ്ങൾ ആരെയും തല്ലുമല്ലേ? എന്നാ നിങ്ങളുടെ മുമ്പിട്ട് ഇയാളെ ഞാൻ തല്ലാൻ പോവാ. നിങ്ങൾ എന്നെയും തല്ലു. എന്റെ മുന്നിൽ വെച്ച് ഒച്ചേട്ടന്റെ രോമത്തെ തൊടാന്ന് സാറ് കരുതണ്ട. അതിന് ഈ ചിന്നമ്മ ചാകണം. മനസ്സിലായി? എന്താ വത്സലിക്കൊരു മടി? പിടിച്ചു മാറ്റാൻ. സാർ ഓർഡർ ഇട്ടാലൊന്നും അവൾ അനങ്ങില്ല. അവൾക്ക് ശരിക്കും അറിയാം ഈ ഉണ്ണിയാർച്ചയെ. എന്റെ പൊന്ന് സാറേ, സാർ ഒറ്റത്തടിയാ. ഞങ്ങൾക്ക് ഈ കുഞ്ഞൂട്ടി പരാധീനങ്ങളൊക്കെ ഉള്ളതാ. ഞാൻ മാറ്റിക്കോളാം. തുടരുത്. വിടി സാറേ, മേത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. മാറ്റി വെച്ച് സാറേ, ഞാൻ അഡ്വക്കേറ്റ് സൈമൺ പുളിമൂട്. ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ മേത്ത് തൊടണമെങ്കിൽ അതൊരു വനിതാ പോലീസ് ആയിരിക്കണം. സാറിപ്പോ ഇവിടെ പുതിയ ആളായോണ്ട് നിയമം അറിയാവുന്നില്ലല്ലോ. നമ്മൾ ജാമ്യം എടുക്കാൻ വന്നതായിരിക്കും. കോടതി ഹാജരാക്കും. അവിടുന്ന് ജാമ്യം എടുത്താൽ മതി. ദേ പിന്നെയും വിവരക്കേട്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ വനിതാ പോലീസ് ഒന്നും ഇല്ലായിരുന്നു. അല്ലേ തന്നെ ഇവരിപ്പോ ചെയ്ത തെറ്റെന്തുവാ? ഒരു സ്ത്രീ കള്ളുഷാപ്പിൽ കയറിയതോ? അതൊക്കെ ഈ നാട്ടിലൊരു തെറ്റാണോ സാറേ? കേസ് നിൽക്കൂല. ഇവര് തിരിച്ചൊരു കേസ് കൗണ്ടർ ഫയൽ ചെയ്താ സാറിന്റെ തൊപ്പിയിൽ പിന്നെ പുളി ഉണക്കാനേ പറ്റുള്ളൂ. ഇറക്കി വിട് സാറേ. കുടുങ്ങുവേ. വിട്ടേക്ക് സാറേ, പുലിവാലി കേസാ. എഴുതി മേടിച്ചിട്ട് പറഞ്ഞു വിടറോ. താങ്ക്സ്. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. എല്ലാ കുരുക്കും മുറുക്കി ഞാൻ കാത്തിരിക്കും. നിങ്ങൾ ഒന്ന് വീഴുകയും ചെയ്യും. ഇവിടെ എന്നാടി വന്നേ? നിന്റെ വണ്ടിക്ക് എന്നാ പറ്റി? ഇതാര്? വക്കീലോ? ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. തള്ളാൻ ഞാൻ സഹായിക്കണോ? കോടതി തള്ളുന്ന പോരെ. ഈ സെൻസ് ഓഫ് ഹ്യൂമർ ആണ് എനിക്കിഷ്ടം. താങ്ക് യു. ഇന്നലെ നടന്ന സംഭവം വല്ലതും ചിന്നമ്മ മാഡം പറഞ്ഞായിരുന്നോ? എന്ത് സംഭവം? അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? ഇവിടുത്തെ എസ് ഐ ഉണ്ടല്ലോ, ഒരു മക്കുണാഞ്ചൻ. അവനെ ഞാനങ്ങ് പൊരിച്ചു. 2 തെറിയങ്ങ് പറഞ്ഞപ്പോ ഒതുങ്ങിപ്പോയി നാറി. സംസ്കാരം ഇല്ലാത്തവനെ ഇടപെടാൻ കൊള്ളിയല്ല. അതാണ്. നീ വണ്ടി ഒതുക്കി വെച്ചിട്ട് കാറിലോട്ട് കയറ്, ഞാൻ കൊണ്ടാക്കാം. പോണ വഴിക്ക് വല്ല വർക്ക്ഷോപ്പിലും പറയാം. ഏയ്, ഒരു കരട് കയറിയതാ. പറ്റിയില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിക്കോളാം. അതെ, ഒരു കാര്യം പറയണമെന്ന് കുറച്ചു നാളായിട്ട് വിചാരിക്കുന്നു. എന്ത് കാര്യം? എടി, നിലവിൽ നിങ്ങളുടെ കമ്പനി വക്കീലാണല്ലോ ഞാൻ. അതെ. എന്നാ പിന്നെ കുടുംബ വക്കീലും കൂടി ആയാലോ എന്നൊരാലോചന. മനസ്സിലായില്ല. എടി കൊച്ച, ഞാൻ നിന്നെ കെട്ടിക്കോളാന്ന്. ചേട്ടന് നല്ല വെളുപ്പൊക്കെ ഉണ്ട്. തോമാസ് ലീഹ ഇവിടെ വന്ന് മുഖ്യോണ്ടാ. അല്ലെ നീയൊക്കെ എന്നെ തമ്പുരാനേന്ന് വിളിച്ചേനെ. അതാ ഇനം. നല്ല സൗന്ദര്യവും ഉണ്ട്. വാരിക്കോരി തന്നിരിക്കുക. പക്ഷെ എല്ലാം ഉണ്ടായാലും സംസ്കാരം വേണം. അതെ, ഈ കോടതിയിൽ കണ്ട കള്ളുപിടിയന്മാരും പെണ്ണുപിടിയന്മാരും കൊള്ളക്കാരുമായിട്ടാ എന്റെ സ്ഥിര സഹവാസം. അതുകൊണ്ട് ഇച്ചിരി വർത്താനം കൊണ്ടൊക്കെ ഇത്രേ കാണുള്ളൂ. ഇനി അതും പറഞ്ഞ് എന്നെ ഉണ്ടാക്കി പിരിവെട്ടിക്കാൻ പറയണ്ട കേട്ടാ. വായി തുറന്ന ഭരണിപ്പാട്ട്. ചേട്ടനെ കേട്ടിയാ എന്റെ ജീവിതം ഒരു പൂരപ്പറമ്പാവും. അല്ലേലും BMW ഫിയറ്റ് എഞ്ചിൻ ശരിയാവില്ല. അതുകൊണ്ട് ചേട്ടൻ വിട്ടോ, ഇത് ശരിയാവില്ല. ശരിയായല്ലോ. കോട്ടയത്തുള്ളൊരു ഹോട്ടലിൽ ചെന്നപ്പോ